ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ആൻസി ബിജു, മൂവാറ്റുപുഴ. ആദ്യത്തെ ചോദ്യം: യേശു സൗഖ്യമാക്കിയ കൂനിയായ സ്ത്രീ എത്ര വർഷം രോഗാത്മാവിനാൽ ബന്ധിതയായിരുന്നു? ഉത്തരം 18 സംവത്സരം. ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം: സഭാപ്രസംഗി താൽപര്യമായി അന്വേഷിച്ചതിൽ കണ്ടെത്തിയത് എത്ര പേരിൽ എത്ര പുരുഷനെയാണ്? ഉത്തരം 1000 പേരിൽ ഒരു പുരുഷനെ. സഭാപ്രസംഗിയുടെ പുസ്തകം 7 അധ്യായം 28 വാക്യം. അടുത്ത ചോദ്യം: എത്രാം ദിവസമാണ് ദൈവം വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയത്? ഉത്തരം 4-ാം ദിവസം. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 16, 19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: എലിസബത്ത് ഒളിച്ചു പാർത്തത് എത്ര മാസമാണ്? ഉത്തരം 5 മാസം. ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം: ഇയ്യോബിന്റെ കഷ്ടതകൾക്ക് ശേഷം ഇയ്യോബ് എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ഉത്തരം 140 സംവത്സരം. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം: യോഹന്നാൻ കണ്ട ദർശനത്തിൽ തലയിൽ ദൂഷണനാമങ്ങളോടെ സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തിന് എത്ര തല ഉണ്ടായിരുന്നു? ഉത്തരം 7 തല. വെളിപ്പാട് പുസ്തകം 13 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം: എത്ര മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം 4 മാസം. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം: യാക്കോബ് മിസ്രയീം ദേശത്ത് ജീവിച്ചിരുന്നത് എത്ര വർഷമാണ്? ഉത്തരം 17 വർഷം. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 28 വാക്യം. അടുത്ത ചോദ്യം: ദൈവാലയ പണിക്കായി യെരൂശലേമിലേക്ക് പോകുവാൻ എസ്രയും കൂട്ടരും അഹവ ആറ്റിങ്കിൽ നിന്ന് പുറപ്പെട്ടത് എന്നാണ്? ഉത്തരം 1-ാം മാസം 12-ാം തീയതി. എസ്രയുടെ പുസ്തകം 8 അധ്യായം 31 വാക്യം. അടുത്ത ചോദ്യം: എത്ര പ്രാവശ്യമായിട്ടാണ് വീട്ടുടയവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കിയത്? ഉത്തരം 5 പ്രാവശ്യം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. ആദ്യം പുലർച്ചയ്ക്ക്, രണ്ടാമത് 3-ാം മണി നേരത്ത്, മൂന്നാമത് 6-ാം മണി നേരത്ത്, നാലാമത് 9-ാം മണി നേരത്തും, അഞ്ചാമത് 11-ാം മണി നേരത്തും. അടുത്ത ചോദ്യം: ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ഉത്തരം 800 സംവത്സരം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം: ജാതികൾ വിശുദ്ധ നഗരത്തെ എത്ര മാസം ചവിട്ടും? ഉത്തരം 42 മാസം.
വെളിപ്പാട് പുസ്തകം 11 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ഹന്ന പ്രവാചകി എത്ര സംവത്സരം വിധവയായിരുന്നു? ഉത്തരം 84 സംവത്സരം. ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 36 വാക്യം. അടുത്ത ചോദ്യം, കഴുതയുടെ താടിയെല്ലുകൊണ്ട് ശിംശോൻ കൊന്നവരുടെ എണ്ണം എത്രയാണ്? ഉത്തരം 1000. ന്യായാധിപന്മാരുടെ പുസ്തകം 15 അധ്യായം 15, 16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യെഹെസ്കേലിന്റെ ദർശനത്തിൽ മുതുക് മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് യഹോവയുടെ മന്ദിര മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ നിന്നത് എത്ര പുരുഷന്മാരാണ്? ഉത്തരം ഏകദേശം 25. യെഹെസ്കേലിന്റെ പ്രവചനം 8 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, അമ്രാമിന്റെ ആയുഷ്കാലം എത്രയാണ്? ഉത്തരം 137 സംവത്സരം. പുറപ്പാട് പുസ്തകം 6 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല. പൗലോസ് ഇത് പറഞ്ഞത് കൊരിന്ത്യ സഭയിൽ എത്രാം പ്രാവശ്യം ഇരുന്നപ്പോഴാണ്? ഉത്തരം 2-ാം പ്രാവശ്യം. 2 കൊരിന്ത്യർ 13 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം അത് വീണ്ടുകൊള്ളാൻ എത്ര സംവത്സരത്തെ അവധിയുണ്ട്? ഉത്തരം 1 സംവത്സരം. ലേവ്യ പുസ്തകം 25 അധ്യായം 29 വാക്യം. അടുത്ത ചോദ്യം, യേശു പറഞ്ഞ അർദ്ധരാത്രിയിൽ അപ്പം വായ്പ ചോദിക്കുന്ന സ്നേഹിതന്റെ ഉപമയിൽ ആകെ എത്ര സ്നേഹിതന്മാർ ഉണ്ട്? ഉത്തരം 3 സ്നേഹിതന്മാർ. ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 5, 6 വാക്യങ്ങൾ. അതിഥി സ്നേഹിതൻ, ആതിഥേയ സ്നേഹിതൻ, അപ്പം വായ്പ കൊടുക്കുന്ന സ്നേഹിതൻ. അടുത്ത ചോദ്യം, എലീമിൽ എത്ര നീരുറവയുണ്ടായിരുന്നു? ഉത്തരം 12 നീരുറവ. പുറപ്പാട് പുസ്തകം 15 അധ്യായം 27 വാക്യം. അടുത്ത ചോദ്യം, എഫെസോസിൽ പൗലോസിന്റെ പ്രസംഗം കേട്ട് കർത്താവിൽ വിശ്വസിച്ച ക്ഷുദ്രപ്രയോഗക്കാർ ചുട്ടുകളഞ്ഞ പുസ്തകങ്ങളുടെ വില എത്ര വെള്ളിക്കാശ് ആയിരുന്നു? ഉത്തരം 50,000. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, ശലോമോന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് ഓരോരുത്തരിൽ നിന്ന് പാട്ടമായി കിട്ടിയത് എത്ര പണമാണ്? ഉത്തരം 1000 വീതം. ഉത്തമഗീതം 8 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, ദരിദ്രയായ വിധവ ഭണ്ഡാരത്തിലിട്ട വഴിപാട് എത്രയാണ്? ഉത്തരം 2 കാശ്. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത എത്ര പേരാണ് നിനവേയിലുള്ളത്? ഉത്തരം 1,20,000 ചില്ലുവാനും. യോനയുടെ പ്രവചനം 4 അധ്യായം 11 വാക്യം.
അടുത്ത ചോദ്യം, ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ ഒന്നും മിണ്ടാതെ എത്ര രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു? ഉത്തരം 7 രാപ്പകൽ. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, അഹശ്വേരോശ് രാജാവ് വാണ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 127. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, കള്ളന്മാരാൽ മുറിവേറ്റ മനുഷ്യന്റെ രക്ഷയ്ക്ക് ശമര്യക്കാരൻ വഴിയമ്പലക്കാരന് കൊടുത്തത് എത്ര വെള്ളിക്കാശാണ്? ഉത്തരം 2 വെള്ളിക്കാശ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ പെട്ടകത്തെ നോക്കിയതിനാൽ യഹോവയാൽ സംഹരിക്കപ്പെട്ട ബത്ശേമേശ്യർ എത്ര പേരാണ്? ഉത്തരം 50,070 പേർ. 1 ശമൂവേൽ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഹന്നയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഉത്തരം 6 മക്കൾ. 1 ശമൂവേൽ 1:20, 2:21. ശമൂവേലിനെ കൂടാതെ 3 പുത്രന്മാരും 2 പുത്രിമാരും. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന പഠനത്തിന് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുകയാണ്.